ഹലോ, ഇപ്പം എല്ലാവർക്കും മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുടുംബസമേതം കൊടൈക്കനാലിൽ ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പൊ അതിലിപ്പോ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിനു ശേഷം കുറെ കൂടി ഫേമസ് ആയിട്ടുള്ള ഗുണ കേവിൽ പോയ വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിന്റെ ഒരു ഭാഗമാണ് ഗുണ കേവ്. ഇത് ശരിക്കും ആദ്യം അറിയപ്പെട്ടിരുന്നത് ഡെവിൾസ് കിച്ചൺ അല്ലെങ്കിൽ ചെകുത്താന്റെ അടുക്കള എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കൊടൈക്കനാൽ ലേക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1991 പുറത്തിറങ്ങിയ കമലഹാസൻ അഭിനയിച്ച സിനിമയായ ഗുണ എന്ന തമിഴ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ഗുഹയിൽ വെച്ചാണ്. ഇതേ തുടർന്നാണ് ഇതിന് ഗുണ കേവ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അറുന്നൂറ് അടിയിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തത്തിലാണ് ഈ ഗുഹ ചെന്നവസാനിക്കുന്നത്. വളരെ അപകടം നിറഞ്ഞ ഇവിടെ ഇതുവരെ 13 മരണം സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രം ഈ ഗുഹയിലെ ഒരു അപകടത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പര്യവേക്ഷണത്തിനായി പോയ നിരവധി ആളുകൾ ഈ ഗുഹയിൽ അപ്രത്യക്ഷരായതിനാൽ ഈ ഗുഹകൾ കുപ്രസിദ്ധമായ ചരിത്രത്തിന് പേരുകേട്ടതാണ്. ചില സന്ദർഭങ്ങളിൽ ഗുഹാഘടന വളരെ ആഴമേറിയതും ഏകീകൃതമല്ലാത്തതുമായതിനാൽ അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ പോലും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. 2016 കണക്കനുസരിച്ച് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാതെ ഗുഹയുമായി ബന്ധപ്പെട്ട 16 തിരോധാനങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1821 ബ്രിട്ടീഷ് ഓഫീസർ BS വാർഡാണ് ഗുഹയുടെ ദ്വാരം ആദ്യമായി രേഖപ്പെടുത്തിയത്. അദ്ദേഹമാണ് ഇതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് വിളിച്ചത്. 1980കളുടെ അവസാനം വരെ ഇത് അവ്യക്തതയിൽ തുടർന്നു. ആരാലും അറിയപ്പെടാതെ ഒരു സ്ഥലമായിട്ട് ഇത് ചരിത്രത്തിൽ മാത്രം രേഖപ്പെടുത്തി അങ്ങ് 1980 വരെ 80കളുടെ അവസാനം വരെ ഇത് തുടർന്നു പോന്നു. 1991 കമലഹാസന്റെ ഗുണ എന്ന സിനിമയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ വച്ച് ചിത്രീകരിച്ചു. ഇതിനുശേഷമാണ് ഇത് ഗുണ കേവ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് ആളുകളുടെ പ്രവാഹമുണ്ടാകുകയും ഇതൊരു മികച്ച ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം ഈ ഗുഹയിൽ കയറിയ ഒന്നിലധികം ആളുകൾ ഒരിക്കലും പുറത്തുവരാതെ ദുരൂഹമായി അപ്രത്യക്ഷരായി. ചില സന്ദർഭങ്ങളിൽ മൃതദേഹങ്ങൾ പോലും വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് അത്ര എങ്ങോട്ടേക്ക് പോയെന്നോ എവിടെ പോയെന്നോ പോലും ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ചില കേസുകളൊക്കെ ആത്മഹത്യയിലെ ശുദ്ധമായ ഉദാഹരണങ്ങളായിരുന്നു. മറ്റു ചിലരാകട്ടെ വിനോദസഞ്ചാരികളോ ഗുഹാപര്യവേഷണം ചെയ്യാൻ വന്നവരോ ഗുഹയ്ക്കുള്ളിലെ അപകടകരമായ കുഴിയിലൊക്കെ വീണുപോയവരോ ഒക്കെ ആയിരുന്നു. 2000ന്റെ തുടക്കം മുതൽ 2016 വരെ കാണാതാകുന്നതിന്റെ എണ്ണം വർദ്ധിച്ചതിനാൽ ഈ ഗുഹ പൊതുജനങ്ങൾക്കായിട്ട് അടച്ചിരുന്നു. ഇങ്ങോട്ടേക്കാർക്കും പ്രവേശനമില്ലായിരുന്നു. 2000 മുതൽ 2016 വരെ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. 2006 നമ്മുടെ കൊച്ചിയിലെ മഞ്ഞുമ്മൽ എന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കള് ഈ ഗുഹകൾ പര്യവേക്ഷണം ചെയ്യാനായിട്ട് ഇവിടേക്ക് വരികയും അതില് സുഭാഷ് എന്ന് പറയുന്ന ഒരാള് ഈ കുഴിയിലേക്ക്, അതായത് ഈ ഗുഹയുടെ കുഴിയിലേക്ക് വീണുപോയി. നമുക്ക് പെട്ടെന്ന് ആ ഗുഹ കണ്ടാൽ മനസ്സിലാവത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ പുല്ലൊക്കെ മൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിയ ഗുഹയായിട്ടൊന്നും തോന്നത്തില്ല. ഇപ്പൊ കാണുന്ന ഭാഗമല്ല, അല്ലാതെ അവിടെ ഇങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ കമ്പികളൊക്കെ കൊണ്ട് അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇപ്പൊ ഗ്രില്ല് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ പുല്ല് പിടിച്ചൊക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ സുഭാഷ് എന്ന് പറയുന്ന ആള് ആ പുല്ല് നിൽക്കുന്ന അവിടെ ആഴമില്ല എന്നുള്ള പ്രതീക്ഷയിൽ ചിലപ്പോൾ ഇറങ്ങിയതായിരിക്കാം.
അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരൻ അങ്ങനെ ആ കുഴിയിലേക്ക് വീണു പോവുകയും പിന്നീട് ഇയാളുടെ സുഹൃത്ത് സിജു ഡേവിഡും പോലീസും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് വളരെ പരിശ്രമിച്ചാണ് ഇയാളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഈ സംഭവമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഈ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം, അതായത് ഈ 2024 ഫെബ്രുവരിയിൽ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇവിടെ ആളുകൾക്ക് പ്രവേശനമെല്ലാം അടച്ചിരിക്കുമായിരുന്നല്ലോ. പക്ഷെ അതിനുശേഷം ഭയങ്കര ജനപ്രവാഹവും ആളുകൾ ഈ സ്ഥലം അന്വേഷിച്ചു വരാനും ഒക്കെ തുടങ്ങിയോടുകൂടിയാണ് വീണ്ടും ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുടർന്നു കൊടുത്തത്. ഇത് ശരിക്കും തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് 10 രൂപയാണ് അവിടത്തേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പം അവിടെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതുപോലെ തന്നെ നമ്മുടെ 1 ലിറ്റർ 2 ലിറ്റർ അങ്ങനെയുള്ള ബോട്ടിലുകളൊന്നും അവിടെ അനുവദിക്കത്തില്ല. അതെല്ലാം അവിടെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല. അതിനൊക്കെ അവർ വന്ന് നമുക്ക് കൃത്യമായി താക്കീത് തരും. അപ്പം അങ്ങനെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ. അത് നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സന്തോഷം. താങ്ക് യു.